ചോദിച്ചോട്ടെ, ഇപ്പോൾ വർഗീയത പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും ഇത്തരത്തിൽ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്താറില്ല. അവർക്ക് പറയാനുള്ളത് അങ്ങ് പറയുകയാണ് ചെയ്യുക. അവരിത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന ഒരു രീതി എത്രമാത്രം അപഹാസ്യമാണ്. അത് ഒരു പേരാമ്പ്ര, നാദാപുരം, കുറ്റ്യാടി, വടകര ഫിനോമിനൻ മാത്രമാണോ? അതല്ല ഇതെങ്ങനെ ഒരു പാർട്ടിയുടെ തന്നെ സ്വഭാവമാണോ? അതിപ്പോൾ ഒരു പാർട്ടിയുടെ തന്നെ സ്വഭാവമാണെന്ന് കരുതാനേ പറ്റൂ. കാരണം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പിന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് ആ ഇതിനു മുമ്പിൽ കാറിനകത്ത് മാഷാല്ല സ്റ്റിക്കർ ഒട്ടിച്ചത് നമ്മുടെ മുമ്പിൽ അനുഭവമായിട്ടുണ്ട്. അവിടെ തന്നെ ഫസൽ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോര ആയിട്ടുള്ളൊരു തൂവാല RSS കാര്യാലയത്തിന് മുമ്പ് കൊണ്ടിട്ടതിൻ്റെ അനുഭവമുണ്ട്. അങ്ങനെ നമ്മൾ സംസ്ഥാനത്ത് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പം നേരത്തെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമാവുകയുണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ, ഷാഫിയുടെ ഇലക്ഷൻ്റെ സമയത്ത് ശൈലജ ടീച്ചർക്കെതിരായിട്ട് വ്യക്തിഹത്യ നടത്തുന്നു, അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള രൂപത്തിലൊക്കെ വലിയ ക്യാമ്പയിൻ എടുത്തു. കേരളത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ CPMകാരല്ലാത്ത വനിതകളെയൊക്കെ സമീപിച്ചിട്ട് ഈ വ്യക്തിഹത്യക്കെതിരായിട്ടുള്ള ക്യാമ്പയിനൊക്കെ അവർ നടത്തുകയുണ്ടായി, ഒപ്പ് ശേഖരണമൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ അങ്ങനൊരു വീഡിയോ ആരും കണ്ടില്ല. എത്ര അന്വേഷിച്ച് നടന്നിട്ടും കണ്ടില്ല. എല്ലാം ഇതിനകത്ത് ഒപ്പിട്ടുള്ള ആളുകളോട് ഉൾപ്പെടെ ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? വീഡിയോ കണ്ടിട്ടില്ല. അതായത് സംഘടിതമായി പ്രചാരവേല നടത്തുകയാണ്, ടീച്ചർക്കെതിരായിട്ട് വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ളത്. ആ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ 1957 മേപ്പയ്യൂരിലെ നാദാപുരത്തെ തെരഞ്ഞെടുപ്പിൽ CH കണാരൻ, പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്, CH കണാരൻ മത്സരിക്കുന്ന സമയത്ത് ആ മത്സര സമയത്ത് CH കണാരൻ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകുന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ വളരെ വ്യാപകമായി ഈഴവ മേഖലകളിലാകെ ഒരു പോസ്റ്റർ അന്ന് പതിച്ചു. ആ പോസ്റ്റർ പറഞ്ഞിട്ട് കള്ളത്തീയന് വോട്ടില്ല, കൊടുകാത്തീയന് വോട്ടില്ല, CH കണാരന് വോട്ടില്ല. അതായത് CH കണാരൻ ഈഴവനാണ്, തീയനാണ് എന്നൊരു കാര്യം ആ പ്രദേശത്തെ ആളുകളെ ബോധ്യപ്പെടുത്തി തീയന്മാർക്കിടയിൽ നിന്ന് കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പരിശോധനയാണ് നടത്തിയത്. ഇതുപോലെ നിങ്ങൾ നോക്കിയാൽ അല്ല ശ്രീ NV ബാലകൃഷ്ണൻ, ഈ കഥ ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ഒരിക്കൽ പറഞ്ഞതിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് കിട്ടിയിരുന്നു. പിന്നെ ആ കേസ് എവിടെയായെന്ന് അറിയില്ല. അതെ, അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് CPMകാരുടെ വാദം. അല്ല, CPMകാർ അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിനുള്ള തെളിവ് ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നൊട്ടിച്ച പോസ്റ്ററൊന്നും നമുക്ക് എടുത്തു വെക്കാനൊന്നും കഴിയില്ല. പക്ഷേ CPMയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും, ഞാൻ ദീർഘകാലമായി CPMയുമായിട്ട് ബന്ധപ്പെടുകയും CPMൻ്റെ പഠന ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഇതൊരു വലിയ ചർച്ചയായ CPMനകത്ത് ചർച്ചയായ ഒരു കാര്യമാണ്. ഇതിൻ്റെ CPM അന്ന് ന്യായീകരിച്ചത് ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗത്തെ നമുക്കതുകൊണ്ട് സാധൂരിക്കാം. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ സഹായിക്കുന്നതൊക്കെ സ്വീകാര്യം, അല്ലാത്തതൊക്കെ വർജ്യം. അതുകൊണ്ട് ഇത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ CH കണാരൻ അന്ന് ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. CH കണാരൻ ജയിച്ച് നിയമസഭയിൽ വന്നുകൊണ്ടാണ് അന്നത്തെ ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതായത് തൊഴിലാളി വർഗത്തിന് മുന്നോട്ട് പോകാൻ സഹായകമായൊരു നിലപാടാണത്. അതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. അല്ലാതെ അതിൻ്റെ മറ്റു മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ഇത്തരം വാദമൊക്കെ CPM ഉന്നയിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന മാഷാഹുള്ള സ്റ്റിക്കർ ഒട്ടിച്ചതിനെ കുറിച്ച് ചോദിച്ചാലും കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പ്രശ്നം എടുത്താലും ഒക്കെ CPM ഇത്തരത്തിലുള്ള വാദങ്ങൾ പൊതുവായി ഉന്നയിക്കാറുണ്ട്. അതായത് വോട്ട് കിട്ടാൻ അവരെ ഒരു നിലപാടെന്താണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടികളിലേക്കും പോകും. ഇത് CPMൻ്റെ സ്ഥിരം ഒരേർപ്പാടാണ്. ഇപ്പോൾ പേരാമ്പ്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പേരാമ്പ്രയിൽ ഈ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവർ CPM പ്രതീക്ഷിച്ച പോലെയല്ല വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ഞാൻ പേരാമ്പ്ര മണ്ഡലമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. വലിയ തോതിൽ ഒരുപക്ഷെ CPM അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാക്കിയത്. അവർ ഏതാണ്ടൊരു വടകരയിൽ ഷാഫിയെ വന്നതിൻ്റെ ഒരു പ്രതീതിയാണ് പേരാമ്പ്രയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ സത്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും വലിയൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ അവരെ ഏതെങ്കിലും വിധേന പരാജയപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു നെറികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനൊരു ഈ നിലയിലേക്കൊക്കെ പ്രചാരണം നടത്തിയ ഞങ്ങളല്ല എന്ന് CPM നിഷേധിക്കുമെങ്കിൽ അത് തെളിയിക്കാവുന്ന സംഭവമുള്ളൂ. അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ വീഡിയോ പകർത്തിയിട്ടുള്ള ആളുണ്ട്. ഞാനിപ്പോൾ അയാളോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വീഡിയോ പകർത്തിയിട്ട് എരവട്ടൂരിൽ അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് വണ്ടി അവിടെ നിർത്തിയിട്ടു. ആ നിർത്തിയിട്ട വണ്ടിയിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന അനൗൺസ്മെൻ്റ് ആണത്. എരവട്ടൂരിലെ മനുഷ്യന്മാരുണ്ട്, അവിടെ മറ്റാളുകളൊക്കെ ഉണ്ട്. CPM അങ്ങ് നിഷേധിച്ചുകൊണ്ട് ഇല്ലാതാവുന്ന കാര്യമല്ല, അതിനകത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും. അത് CPMൻ്റെ പ്രശ്നമാണ്.
അത് നിലപാടാണ്. ഇപ്പോൾ നമ്മൾ SDP-യുടെ പ്രശ്നം എടുത്താലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം എടുത്താലും നിങ്ങൾ ഓർക്കണം, ഈ TP രാമകൃഷ്ണൻ അവിടെ വടകര പേരാമ്പ്ര മണ്ഡലത്തിൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് ഏറ്റവും അധികം ആശ്രയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അന്ന് കിട്ടിയ വോട്ടിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് പറ്റും. അവിടെ ചെറിയ കുമ്പള പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഏതാണ്ട് 5000-ത്തിലധികം വോട്ടുള്ള ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുമായിട്ട് അന്നൊരു ധാരണ ഉണ്ടാക്കി. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി അന്ന് അവർക്ക് ചതുർത്ഥിയൊന്നും ആയിരുന്നില്ല, സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നതാവട്ടെ വെറും ഇത്തരത്തിലുള്ള ഒരു ധാരണ മാത്രമൊന്നുമല്ല. അതിന് പിന്നിൽ മറ്റു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നഗരത്തിലുണ്ടായിരുന്ന ഒരു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംവിധാനങ്ങൾ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അന്ന് TP രാമകൃഷ്ണൻ ജയിക്കുന്നത് 5000-ത്തിനടുത്ത് വോട്ടിനാണ്. അതിലധികം വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടന്ന് TP രാമകൃഷ്ണൻ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ വളരെ വ്യക്തമാണ്.